വെൽക്കം ടു മൈ ചാനൽ സിവിൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. എൻ്റെ ഈ വീഡിയോ വന്നിട്ട് കേരള PSC എക്സാംസിനും സിവിൽ എഞ്ചിനീയറിംഗ് കാൻഡിഡേറ്റ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ബേസിക് ഇലക്ട്രോണിക്സിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ പാർട്ട് 1 ആണ് എടുക്കുന്നത്. SI യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് നോൺ ആസ് SI യൂണിറ്റ് derived all units from the following. SI യൂണിറ്റ് വന്നിട്ട് ലെങ്ത് വന്നിട്ട് മീറ്റർ ആയിരിക്കും, സിമ്പിൾ M. മാസ് വന്ന് കിലോഗ്രാം ആയിരിക്കും, kg. ടൈം വന്നിട്ട് സെക്കൻഡ് ആയിരിക്കും, അത് വന്നിട്ട് അതിൻ്റെ സിമ്പിൾ വന്ന് S. പിന്നെ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് വന്നിട്ട് കെൽവിൻ ആണ്, അതിൽ സിമ്പിൾ വന്ന് K ആയിരിക്കും. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അതിന് പറയുന്നതാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. അത് വന്നിട്ട് നമ്മുടെ ട്രാഫിക് സിഗ്നൽസിലൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, ലൂമിനസ് ഇൻറ്റൻസിറ്റി അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിക്ക് പറയുന്നതാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് വന്നിട്ട് ക്യാൻഡിലായിരിക്കും, CD ആയിരിക്കും. ഓക്കെ, ഇലക്ട്രിക് കറണ്ട് വന്നിട്ട് ആംപെയർ ആണ്, അതിൻ്റെ സിമ്പിൾ വന്നിട്ട് A ആണ്. ഓക്കെ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മോളാണ്. അത് നമ്മൾ കെമിസ്ട്രിയിലും പിന്നെ കെമിസ്ട്രിയിൽ മെയിനായിട്ട് പഠിക്കും. പിന്നെ വന്നിട്ട് നമ്മൾ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഇതിന് കുറച്ച് പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. ഓക്കെ, മോളിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. ഓക്കെ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അതിൻ്റെ യൂണിറ്റ് ആണ് മോള്, അതിൻ്റെ സിമ്പിൾ വന്നിട്ട് MOL. ബേസിക് സർക്യൂട്ട് കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ there are 3 components of basic circuits. ഓക്കെ, എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ്, കപ്പാസിറ്റർ, ഇൻഡക്ടർ. കപ്പാസിറ്റർ, ഇൻഡക്ടർ ആണ്, 3 എണ്ണമാണ് ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട് കോമ്പോണൻസ്. അടുത്ത സ്ലൈഡിൽ അത് നോക്കാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റർ ഈസ് എ പാസീവ് ടു ഇലക്ട്രിക്കൽ കോമ്പോണൻറ്റ് that implies electrical resistance as a circuit element. In electric circuits, resistors are used to reduce current flow, adjust signal levels, to divide voltages via active elements that terminate the transmission lines along and other uses. എന്താ റെസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിഷൻ ഓഫ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതൊരു കോമ്പണൻ്റ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിന് ഓപ്പോസ് ചെയ്യുന്ന ഒരു എലമെൻറ്റിന് പറയുന്ന പേരാണ് റെസിസ്റ്റർ. ഓക്കെ, അതങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അത് വന്നിട്ട് കറണ്ട് ഫ്ലോ വന്നിട്ട് റെഡ്യൂസ് ചെയ്യും. നമ്മുടെ ഫാനിൻ്റെ റെഗുലേറ്റർ ഒരു ടൈപ്പ് ഓഫ് റെസിസ്റ്റർ ആണ്. ഓക്കെ, പിന്നെ വന്നിട്ട് റെസിസ്റ്ററിൻ്റെ പിക്ചറാണ് എനിക്ക് കൊടുത്തിരിക്കുന്നത്. ഇതും റെസിസ്റ്ററിൻ്റെ പിക്ചറാണ്. റെസിസ്റ്റർ വന്നിട്ട് 6 മോഡലാണ് നമ്മൾ വരയ്ക്കുന്നത്. കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റോറേജ് എലമെന്റ് വിച്ച് സ്റ്റോർസ് ആൻഡ് ഡെലിവർ ഇലക്ട്രിക് ഫീൽഡ്. കപ്പാസിറ്റർ ഡിനോട്ട്സ് C. ദ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ് ഫാരഡ്. ഓക്കെ, ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റർ വന്നിട്ട് ഇലക്ട്രിക് എനർജി വന്നിട്ട് സ്റ്റോർ ചെയ്യും, പിന്നെ ഡെലിവറും ചെയ്യും. ഓക്കെ, കപ്പാസിറ്റർ വന്നിട്ട് ഡിനോട്ടഡ് ബൈ C. കപ്പാസിറ്റർ വന്നിട്ട് റെസിസ്റ്ററിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, കപ്പാസിറ്ററുടെ പിക്ചറാണ് ഞാനിപ്പം കൊടുത്തിരിക്കുന്നത്. ഇതും നമ്മൾ വരയ്ക്കുമ്പം കപ്പാസിറ്റർ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. 2 പാരലൽ ലൈൻസ് വെച്ചായിരിക്കും വരയ്ക്കുന്നത്. 2 പാരലൽ ലൈൻസ് വെച്ച് ബാറ്ററിയും വരയ്ക്കാൻ പറ്റും. പക്ഷെ ബാറ്ററിയിൽ ഒരു ലൈൻ നിന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് അത് വന്നിട്ട് ചെറിയ ലൈൻ ആയിരിക്കും, ഒരു ലൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് അത് വലിയ ലൈൻ ആയിരിക്കും. ഇൻഡക്ടർ വന്നിട്ട് ഇൻഡക്ടർ is an element which energy is stored in the form of electromagnetic field. It is denoted as L. It is measured in Henry. ഓക്കെ, ഇതിൽ വന്നിട്ട് എനർജി വന്നിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ അതിൻ്റെ ഫോമിലായിരിക്കും എനർജി സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ ഡിനോട്ട് ചെയ്യുന്നത് L വെച്ചിട്ടാണ്. അതിന് മെഷറിങ് യൂണിറ്റ് വന്നിട്ട് ഹെൻറി ആണ്. ഇൻഡക്ടറിൻ്റെ ഒരു കോയിലാണ് ഇത്. അതിൻ്റെ ഇടയ്ക്ക് വരുന്നത് ഒരു മാഗ്നറ്റ് ആയിരിക്കും. ഓക്കെ, അത് മാഗ്നറ്റ് വരികയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സോളിനോയിഡ്. ഇങ്ങനെ വന്നിട്ട് നമ്മൾ സാധാരണ ഒരു സർക്യൂട്ട് വരയ്ക്കുമ്പം ഉള്ള സിമ്പിളാണ് ഇപ്പോൾ ഉള്ളത്. നെറ്റ്വർക്ക് ഡെഫിനിഷൻ. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേസിക് കോമ്പോണൻസിലേക്ക് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ബാറ്ററി എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു നെറ്റ്വർക്ക്, അതിന് പറയുന്ന പേരാണ് നെറ്റ്വർക്ക്. ഓക്കെ,
Electrical network, an arrangement of various electrical energy sources along with different circuit elements is called electrical network. അതിൻ്റെ ഒരു പിക്ചറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 2 ബാറ്ററി ഉണ്ട്, ഒരു കപ്പാസിറ്റർ ഉണ്ട്, 2 റെസിസ്റ്റർ ഉണ്ട്, ഒരു ഇൻഡക്ടർ ഉണ്ട്. A to B വന്നിട്ട് ഒരു ബാറ്ററി, രണ്ടാമത്തെ ബാറ്ററി വന്നിട്ട് F to Eയിൽ ഒരു ബാറ്ററി വരും, പിന്നെ ഒരു റെസിസ്റ്റർ വരും, പിന്നെ ഇടയ്ക്ക് വന്നിട്ട് C to Dയിൽ ഒരു കപ്പാസിറ്റർ വരും, പിന്നെ A to Cയിൽ റെസിസ്റ്റർ വരും, C to Eയിൽ ഒരു ഇൻഡക്ടർ വരും. നെറ്റ്വർക്ക് എലമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇൻഡിവിജ്വൽ സർക്യൂട്ട് ഓഫ് 2 ടെർമിനൽസ് ക്യാൻ ബി കണക്റ്റഡ് ടു അനദർ സർക്യൂട്ട് ഈസ് കോൾഡ് നെറ്റ്വർക്ക് എലമെന്റ്. ഇപ്പോൾ നമ്മൾ നോക്കിയില്ലേ എന്തൊക്കെ നെറ്റ്വർക്ക് എലമെന്റ്സ് എന്തൊക്കെയാണ് ബേസിക് എലമെന്റ്സ്, ഇതെല്ലാം കൂടി നമ്മുടെ സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്യും. ഇൻഡിവിജ്വൽ എലമെന്റ്സ് എങ്ങനെ സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്യും? 2 ടെർമിനൽസ് വെച്ച് സർക്യൂട്ടിലോട്ട് വേറെ ഏതെങ്കിലും സർക്യൂട്ടിലായിട്ട് കണക്ട് ചെയ്യും. അതിന് പറയുന്ന പേരാണ് നെറ്റ്വർക്ക് എലമെന്റ്. ഓക്കെ, നെറ്റ്വർക്ക് എലമെന്റ് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വോൾട്ടേജ്, കറണ്ട്, പിന്നെ വന്നിട്ട് നെറ്റ്വർക്ക് 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആക്റ്റീവ് എലമെന്റ്സും പാസീവ് എലമെന്റ്സും. ഓക്കെ, ആക്റ്റീവ് എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ്, കറണ്ട് ആയിരിക്കും ആക്റ്റീവ് എലമെന്റ്സ്. പാസീവ് എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്ററും റെസിസ്റ്ററുമാണ് പാസീവ് എലമെന്റ്സ്. ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പാർട്ട് ഓഫ് നെറ്റ്വർക്ക് വിച്ച് കണക്ട്സ് വേരിയസ് പോയിന്റ്സ് ഓഫ് നെറ്റ്വർക്ക് വിത്ത് വൺ അനദർ ഈസ് കോൾഡ് എ ബ്രാഞ്ച്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ ആയിട്ടുള്ള നെറ്റ്വർക്ക്, ഒരു മെയിൻ ആയിട്ടുള്ള ലൈൻ കാണും. ഈ ലൈനിൽ നിന്ന് വേറെ റെസിസ്റ്റൻസ്, കപ്പാസിറ്റർ ഇത് കണക്ട് ചെയ്യുന്ന ആ ഒരു പാർട്ടിന് പറയുന്നതാണ് ബ്രാഞ്ച്. ജംഗ്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പോയിന്റ് വെർ ത്രൂ 2 or branches മീറ്റ് ഈസ് കോൾഡ് ജംഗ്ഷൻ പോയിന്റ്. ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ബ്രാഞ്ചസ് മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിനെ പറയുന്നതാണ് ജംഗ്ഷൻ പോയിന്റ്. നോഡ് എന്ന് പറഞ്ഞാൽ എ പോയിന്റ് വിച്ച് 2 or more elements joined together is called node. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാമിൽ കണ്ടില്ലേ, അപ്പോൾ ആ നെറ്റ്വർക്ക് ഡയഗ്രാമിൽ കണ്ട ബ്രാഞ്ചസ് ഒക്കെ വരുന്ന ആ ഒരു പോയിന്റ് അതിന് പറയുന്നതാണ് നോഡ്. അപ്പം രണ്ടോ അല്ലെങ്കിൽ അതിൽ മേളിലോ ഉള്ള എലമെൻറ്റ്സ് ജോയിൻ ചെയ്യുന്നതിന് ആ ഒരു പോയിന്റിന് പറയുന്ന പേരാണ് നോഡ്. മെഷ് ഓർ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെറ്റ് ഓഫ് ബ്രാഞ്ചസ് ഫോമിങ് എ ക്ലോസ്ഡ് പാത്ത് ഇൻ നെറ്റ്വർക്ക്, അതാണ് മെഷ് ഓർ ലൂപ്പ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഞാൻ ഒരു ഡയഗ്രം കാണിച്ചു. ഓക്കെ, അതിൽ തന്നെ വരും മെഷ് ലൂപ്പ് എന്താണെന്ന്. ഓക്കെ, അതിനകത്ത് ക്ലോസ്ഡ് പാത്ത് ആയിരിക്കും. R4, R5, R6, R7 ഇതെല്ലാം ഒരു ക്ലോസ്ഡ് പാത്ത് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് വന്നിട്ട് നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൊടുത്തിട്ടുണ്ട് ബ്രാഞ്ചസ് വരുന്ന ആ ഒരു പോയിന്റിന് പറയുന്ന പേരാണ് നോഡ്. ഓക്കെ, പിന്നെ ബ്രാഞ്ചസ് ഞാൻ പറഞ്ഞല്ലോ അത് തന്നെ. വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഓക്കെ, എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പൈപ്പ് ഫ്ലോ ഓർത്താൽ മതി. പൈപ്പ് ഫ്ലോയിൽ വന്നിട്ട് ഒരു പൈപ്പിൻ്റെ ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലോട്ട് വെള്ളം പോകണമെങ്കിൽ കുറച്ച് പ്രഷർ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇലക്ട്രിക്കിലും ഇലക്ട്രിസിറ്റിക്കും ഇങ്ങനെ തന്നെയാണ്. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോകാനായിട്ട് കുറച്ച് നമ്മൾ പ്രഷർ കൊടുക്കണം. ആ പ്രഷറിന് പറയുന്നതാണ് വോൾട്ടേജ്. ഓക്കെ, ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. അതിൻ്റെ യൂണിറ്റ് വന്നിട്ട് വോൾട്ട് ആയിരിക്കും. കറണ്ടിന് ഡിനോട്ട് ചെയ്യുന്നത് I വെച്ചിട്ടാണ്. ഓക്കെ, യൂണിറ്റ് വന്നിട്ട് ആംപിയർ ആണ്. ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ത്രൂ എ സർക്യൂട്ട്. ഓക്കെ, ഒരു സർക്യൂട്ടിൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നതിന് പറയുന്നതാണ് കറണ്ട്. അതിൻ്റെ യൂണിറ്റ് വന്നിട്ട് ആംപിയർ ആണ്. എ വെച്ചിട്ടായിരിക്കും നമ്മൾ യൂണിറ്റ് എഴുതുന്നത്. ഇത് കണ്ടോ, ഇലക്ട്രോൺസ് വന്നിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു ബാറ്ററിയുടെ ഒരു നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു ഇലിസ്ട്രേഷനാണ് ഞാനിപ്പം പെയിൻറ്റിൽ വരച്ചിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പം അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കറണ്ട് എന്താണെന്ന്. റെസിസ്റ്റൻസിന് R എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാട്ട് ഈസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിഷൻ ഓഫ് കറണ്ട് ഫ്ലോ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്, അതിനാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ഡിനോട്ട് ചെയ്യുന്നത് അതിൻ്റെ യൂണിറ്റ് വന്നിട്ട് ഓം ആണ്. ഡിനോട്ട് ചെയ്യുന്നത് R വെച്ചിട്ടായിരിക്കും. പവർ വന്നിട്ട് P ആണ്. ഓക്കെ,
പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് വിച്ച് വർക്ക് ബീയിങ് ഡൺ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ബീയിങ് ഡൺ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. അതാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ എങ്ങനെയാണ് പഠിക്കുന്നത്? റേറ്റ് അറ്റ് വിച്ച് വർക്ക് ബീയിങ് ഡൺ, അങ്ങനെയല്ലേ പഠിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ പവറും അതുപോലെ തന്നെ ഇലക്ട്രിക് സർക്യൂട്ടിൽ എങ്ങനെയാണ്? ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ബീയിങ് ഡൺ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ടാണ് പവർ. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് വന്നിട്ട് വാട്ടാണ്, ഡബ്ല്യു ആണ് അങ്ങനെ അതിന് യൂണിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ പവർ വന്ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആൻഡ് കറണ്ട് ആയിരിക്കും. ഓക്കെ, പി = V × I ആണ്. എനർജി വന്നിട്ട് എനർജി ഇ ആയിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ യൂണിറ്റ് വന്നിട്ട് ജൂൾ ആയിരിക്കും. ഓക്കെ, ദ എനർജി ഈസ് കോസ്ഡ് ബൈ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇപ്പം നമ്മളൊരു ഇലക്ട്രിക് സർക്യൂട്ട് കൺസിഡർ ചെയ്യാമെന്ന് വെച്ചു. ഇലക്ട്രോൺസ് വന്നിട്ട് ഒരു പോയിന്റിൽ നിന്ന് അടുത്തൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാനായിട്ട് അതിന് കുറച്ച് എനർജി വേണം. ആ ഒരു എനർജിക്ക് പറയുന്നതാണ് എനർജി. ഓക്കെ, ഓംസ് ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് അക്രോസ് ദ കണ്ടക്ടർ. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് വന്നിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I × R ആണ്. ഓക്കെ, I എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട്. R എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യാമെന്ന് വെച്ചോ. റെസിസ്റ്റൻസ് വന്ന് 40 ഓം തരികയാണെങ്കിൽ വോൾട്ടേജ് വന്നിട്ട് 100 വോൾട്ട് തരികയാണെങ്കിൽ I = V/R ആയിരിക്കും ചെയ്യുന്നത്. V വന്നിട്ട് 100 ആയിരിക്കും, R വന്നിട്ട് 40 ആയിരിക്കും. 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 2.5 ആംപിയർ കിട്ടും. അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് ഞാൻ വന്നിട്ട് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ടൈപ്സ് ഓഫ് ഇലക്ട്രിക് നെറ്റ്വർക്ക്, ടൈപ്സ് ഓഫ് സർക്യൂട്ട് എലമെൻറ്റ്സ്, ടൈപ്സ് ഓഫ് സോഴ്സസ്, റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ, റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.